അപ്പൊ നമ്മൾ ഇന്ന് കളമശ്ശേരി വന്നേക്കാം. ഒരു സിംഗിൾ ബിരിയാണി മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഷർവിന് വേണ്ടിട്ട് ഷർവിന് വേണ്ടി മാത്രം ഒരു ബിരിയാണി. നമ്മളിപ്പോ വന്നേക്കണ കളമശ്ശേരി അല്ല, കളമശ്ശേരി കഴിഞ്ഞ് കുറച്ച് വരുമ്പോ അല്ലേ? നമ്മളെവിടെ വരെ പോയി സിനോബി? ഞങ്ങള് കാക്കനാട് വരെ പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. ഒരു ചായ കുടിക്കണം, ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കണം. അതെ, അങ്ങനെ അതായിരുന്നു ലക്ഷ്യം. പക്ഷെ ചായ ഒന്നും കിട്ടില്ല, സൺഡേ ആണെന്നുള്ള കാര്യം മറന്നുപോയി. അങ്ങനെ ഒരു ബിരിയാണി കട കയറി ഞങ്ങള് ബിരിയാണി കഴിക്കാനായിട്ട് എന്താ കൊച്ചിന് ബിരിയാണി വേണമെന്നുകൊണ്ട് കൊച്ചിന് വാങ്ങിച്ചു. അല്ല, മനസ്സിൽ തന്നെ ഭയങ്കര ടെൻഷനുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കാണുന്ന ഒരു സമാധാനം. അതെ അതെ, നമുക്ക് മാത്രമല്ല പ്രശ്നം, നാട്ടുകാർക്ക് അല്ല, അതായത് നമുക്ക് മാത്രം പ്രശ്നമാണെന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടം ആ സങ്കടം മാറ്റാൻ വേണ്ടി നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് എന്ന് കാണുന്നൊരു സന്തോഷം അല്ലേ? ബിരിയാണി ഇഷ്ടമായ എന്റെ ദൈവം എന്തിനാ ചോദിക്കാൻ പോയി കഴിച്ചോ? അത് മോനതേ മറ്റേ ആ ഗ്രേവി ചിക്കനൊക്കെ കൂട്ടി കഴിക്കണ. ചിക്കൻ ഒരു എക്സ്ട്രാ പീസ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നോ? ആള് ബിരിയാണി അഡിക്റ്റാണ്. ബിരിയാണി അച്ഛക്ക് ഇഷ്ടമുള്ള ഫുഡ്. അച്ഛക്ക് ബിരിയാണി ഇഷ്ടം, അതുകൊണ്ട് കൊച്ചിന് ബിരിയാണി ഇഷ്ടം. ബിരിയാണി അഡിക്റ്റ്, പിന്നെ പുട്ട് അഡിക്റ്റ്. പുട്ടിന്റെ കഥ എന്ന് വെച്ചാല് എന്റെ അപ്പയ്ക്ക് പുട്ട് ഇഷ്ടമാണ്. ഒരു ദിവസം പുട്ടിന്റെ കഥ പറഞ്ഞതോടുകൂടി പുട്ട് മതി. പുട്ടുണ്ടെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ ബിരിയാണി ബിരിയാണി, ഈ രണ്ട് ഫുഡാണ് ആക്കിഷ്ടം. ഇതിപ്പോ സിംഗിൾ ബിരിയാണി സിംഗിൾ പീസ്. ഇടപ്പള്ളിക്ക് ഭയങ്കര തിരക്കാണ്. ഇപ്പൊ സമയം എത്രയെന്നറിയോ? ഇപ്പൊ 11:15 രാത്രി 11:15. എന്നിട്ടും സിറ്റി മൊത്തം ബിസിയാണ്. അപ്പൊ ആളെന്നെ കൊണ്ട് കഴിപ്പിക്കുന്നില്ല. മധുരം കഴിഞ്ഞിട്ട് ഞാൻ വാരി കഴിക്കാനും സമ്മതിക്കുന്നില്ല. കഴിച്ചോ? പിടിക്കണം കേട്ടോ, പിടിക്കണല്ലേ? എല്ലാവരും ഒപ്പിട്ട് കഴിക്കില്ലേ? അത് ഓരോ പീസ് ഇട്ട് കഴിക്കും. അല്ല, ചിക്കൻ കഴിക്കും, ചിക്കൻ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ ദേശത്ത് വന്നേക്കണ്ട. ഇപ്പൊ സമയം കാണിച്ചിട്ട് നോക്കി. ഞാൻ എന്റെ മൊബൈലിൽ കാണിച്ചിട്ടാ സമയം. ആ മൊബൈലിൽ നിന്ന് കാണിച്ചു കൊടുത്തേ, ജസ്റ്റ് ഞെക്കിയാൽ മതി. 11:53 രാത്രി 11:53. ഞങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇതിപ്പോ നിൽക്കണ ദേശത്ത് തന്നെയാ, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ചായ കുടിക്കാൻ. പക്ഷെ നമ്മളിന്ന് ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും, പക്ഷെ ഇന്ന് ഭയങ്കര വണ്ടിയാണ്. ഈ സമയമായിട്ട് പോലും ഇവിടെയൊക്കെ എപ്പോഴും ഭയങ്കര തിരക്ക്. പലയിടത്തും ബ്ലോക്കൊക്കെ ആയിരുന്നു ഈ 11 മണിക്ക് ശേഷവും. എടപ്പള്ളിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ പാലാരിവട്ടം ഒക്കെ ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ പോകും. എന്തായാലും ഒരു ചായ കൂടി കുടിച്ചിട്ട് വേണം പോവാൻ വീട്ടിലേക്ക് പോവാൻ. അപ്പൊ ഇനി ചായ വാങ്ങിച്ചിട്ടില്ല. എനിക്കാണ് ചുമ കൊടുത്തത്. ചായ കിട്ടിയില്ലേ? നല്ല ചൂടാണ് ഇപ്പൊ കൊടുക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പൊ നമുക്കപ്പോ നേരെ ചായ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകാം അല്ലേ? അതെ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.